ഡിയർ ഓൾ, ഈ സെഗ്മെൻറ്റിൽ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിളിൻ്റെ അപ്ലിക്കേഷൻ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഡിസ്കഷൻ എടുക്കാം. See the first problem. Prove that there is no positive integer between 0 and 1. 0ക്കും 1നും ഇടയ്ക്ക് പോസിറ്റീവ് ഇൻറ്റിജർ ഒന്നുമില്ല എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദ്യം. നമുക്കിത് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ? കാരണം പോസിറ്റീവ് ഇൻറ്റിജർ തുടങ്ങുന്നത് 1 മുതലാണ്. പിന്നെ അത് എങ്ങനെയാണ് പോകുന്നത്? 1, 2, 3 എറ്റ്സെട്ര അങ്ങനെയാണ് പോകുന്നത്. 0ക്കും 1നും ഇടയ്ക്ക് പോസിറ്റീവ് ഇൻറ്റിജർ ഒന്നുമില്ല, നാച്ചുറൽ നമ്പർ ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ആ ഫാക്റ്റ് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഇത് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് നമുക്കിത് പ്രൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? 0ക്കും 1നും ഇടയ്ക്ക് പോസിറ്റീവ് ഇൻറ്റിജർ ഒന്നുമില്ല എന്നുള്ള അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കൊരു കാര്യം ചെയ്യാം. 0ക്കും 1നും ഇടയ്ക്ക് പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ട് എന്നൊന്ന് സങ്കല്പിച്ച് നോക്കാം. ആ സങ്കല്പം നമ്മൾ എവിടേക്ക് എത്തിക്കുമെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു പ്രൂഫ് ടെക്നിക്കാണ് കേട്ടോ. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൻ്റെ നേരെ കോൺട്രറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ആ അസംഷൻ ഉറപ്പായിട്ടും നമ്മളെ ഒരു കോൺട്രഡിക്ഷനിലേക്കായിരിക്കും എത്തിക്കുക. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. സോ വി ആർ ഗോയിങ് ടു അസ്യൂം ദാറ്റ് ദ കോൺട്രറി സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് മീൻസ് വി ആർ അസ്യൂമിങ് ദാറ്റ് there is a positive integer between 0 and 1. Okay, so assume that there is a positive integer between 0 and 1. 0ക്കും 1നും ഇടയ്ക്ക് between 0 and 1. 0ക്കും 1നും ഇടയ്ക്ക് പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ വേറെയും ഉണ്ട് എന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവാം അല്ലേ? ഒരു കാര്യം ചെയ്യാം, 0ക്കും 1നും ഇടയ്ക്കുള്ള പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെല്ലാം നമുക്കൊരു സെറ്റായിട്ട് കൺസിഡർ ചെയ്യാം. കൺസിഡർ ദ സെറ്റ്. ഓക്കെ, കൺസിഡർ ദ സെറ്റ്. ആ സെറ്റിനെ ഞാൻ എസ് എന്ന് വിളിക്കുന്നു. എസ് ഈക്വൽ ടു set of all positive integers n belongs to n. This cap n stands for the collection of positive integers or natural numbers. Set of all n belongs to n such that 0 less than n less than 1. Okay, ഇപ്പോൾ 0ക്കും 1നും ഇടയ്ക്കുള്ള എല്ലാ നാച്ചുറൽ നമ്പറുകളുടെയും കളക്ഷനാണിത്. ആക്ച്വലി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ കളക്ഷനിൽ ആരുമില്ല എന്നുള്ളതാണ്. ഇതൊരു എം ടി സെറ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് നാച്ചുറൽ നമ്പർ ഉണ്ടാവുകയാണെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സാണ് ഉണ്ടാവുക. ഇതിനകത്ത് ആളുകളുണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ എം ടി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. then S is a non-empty subset. S is a non-empty subset of positive integers, right? Subset of positive integers or natural numbers. പക്ഷേ നാച്ചുറൽ നമ്പേഴ്സിന് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് അതിനൊരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടാവും. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എസ് ഹാസ് എ ലീസ്റ്റ് എലമെൻറ്റ്, റൈറ്റ്? എസ് ഹാസ് എ ലീസ്റ്റ് എലമെൻറ്റ്. ആ ലീസ്റ്റ് എലമെൻറ്റിന് നമുക്കൊരു പേര് വിളിക്കാം. നമുക്ക് എൽ എന്ന് പേര് വിളിക്കാം. ആ ലീസ്റ്റ് എലമെൻറ്റിനെ ഞാൻ എൽ എന്ന് പേര് വിളിച്ചു. ഇത് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? ദിസ് ഇസ് ബൈ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ. ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഈ എല്ലിൻ്റെ പ്രത്യേകത എന്താണ്? എൽ ഈ സെറ്റിലെ ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഈസ് എ നാച്ചുറൽ നമ്പർ and it is the smallest natural number for which 0 less than L less than 1. Now L is the smallest positive integer satisfying 0 less than L less than 1 അല്ലേ? 0ക്കും 1നും ഇടയ്ക്കായിരിക്കണം, അതൊരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അങ്ങനെ 0ക്കും 1നും ഇടയ്ക്കായിട്ടുള്ള നാച്ചുറൽ നമ്പറുകളുടെ അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജറുകളുടെ ഏറ്റവും ചെറുതാണ്. പക്ഷേ നൗ യു കൺസിഡർ എൽ സ്ക്വയർ. വാട്ട് അബൌട്ട് എൽ സ്ക്വയർ? എൽ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എൽ സ്ക്വയറും നാച്ചുറൽ നമ്പർ തന്നെയാണ് അല്ലേ? ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ നാച്ചുറൽ നമ്പർ തന്നെയാണ്. കാരണം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് നാച്ചുറൽ നമ്പറാണ്. എൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ എൽ ഇൻറ്റു എൽ ആണല്ലോ. അതുകൊണ്ട് എൽ സ്ക്വയർ ഒരു നാച്ചുറൽ നമ്പറാണ്. ആ എൽ സ്ക്വയർ എന്ന് പറയുന്ന നാച്ചുറൽ നമ്പറും എല്ലും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? എൽ ഇവിടെ 1നേക്കാളും ചെറിയ നമ്പറാണ് അല്ലേ? 0ക്കും 1നും ഇടയ്ക്കാണ്. സോ ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ ലെസ് ദാൻ 1. ഓക്കെ,
വണ്ണിനേക്കാളും ചെറിയ പോസിറ്റീവ് നമ്പറിൻ്റെ സ്ക്വയർ ആ നമ്പറിനേക്കാളും കുറവായിരിക്കും. സി എൽ സ്ക്വയർ വിൽ ബി ലെസ് ദാൻ എൽ ഫോർ 0 ലെസ് ദാൻ എൽ ലെസ് ദാൻ 1. പക്ഷേ എൽ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴാണ് എൽ സ്ക്വയർ ഗ്രേറ്റർ ദാൻ എൽ ആവുന്നത്. ഓക്കെ, ഇവിടെ പക്ഷേ എല്ലിൻ്റെ വാല്യൂ 0ക്കും 1നും ഇടയ്ക്കായതുകൊണ്ട് 1നേക്കാളും ചെറിയ പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് എല്ലിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലിനേക്കാളും താഴെയാണ് ഉണ്ടാവുക. ബട്ട് വി ഹാവ് 0 less than L square, that is L square is a positive number, will be less than this number L less than 1. Okay, why L square less than L? Because 0 less than L less than 1 implies that L square is less than L. Okay, and it should be positive and should be less than 1. This is the reason for this. അപ്പോൾ ഇനി നോക്കൂ, now what can you say about the square of L? എൽ സ്ക്വയറിനെ കുറിച്ച് നമുക്ക് എന്താ പറയാം? എൽ സ്ക്വയർ ഒരു നാച്ചുറൽ നമ്പറാണ്, ഒരു പോസിറ്റീവ് ഇൻറ്റീജറാണ്. അത് ഇപ്പോൾ എല്ലിനേക്കാളും ചെറുതാണെന്ന് ഇവിടെ കിട്ടുന്നത്. ആൻഡ് ദാറ്റ് എൽ സ്ക്വയർ ലൈസ് ഇൻ ബിറ്റ്വീൻ 0 and 1. നൗ എൽ സ്ക്വയർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റീജർ smaller than L, lies in between 0 and 1. That is clearly a contradiction to the fact that L is the smallest positive integer satisfying 0 less than L less than 1. 0ക്കും 1നും ഇടയ്ക്കുള്ള ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ L ആണ് എന്ന് നമ്മളിവിടെ പറഞ്ഞു വെച്ചു. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിനേക്കാളും ചെറിയ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ 0ക്കും 1നും ഇടയ്ക്ക് ഉണ്ട് എന്നുള്ളത്. ഇതൊരു കോൺട്രഡിക്ഷനാണ്. ഈ കോൺട്രഡിക്ഷൻ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, നമ്മുടെ അസംഷൻ തെറ്റാണ് എന്നാണ് കാണിക്കുന്നത്. Okay, so but we have 0 less than L square less than L less than 1, which contradicts the fact that L is the smallest positive integer between 0 and 1, right? This contradiction proves that our assumption is wrong and hence the statement is proved. Okay, അപ്പോൾ ഇവിടെ ഈ പ്രൂഫ് ടെക്നിക്ക് നമുക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്രൂഫ് ടെക്നിക്കാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രൂഫ് ടെക്നിക്ക് കൂടെയാണ്. എന്ത്? അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നേരെ കോൺട്രറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നും നമ്മൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ഫൈനലി വി വിൽ റീച്ച് ഇൻ ടു എ കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെൻറ്റ്. ആ കോൺട്രഡിക്ഷൻ കാണിക്കുന്നത് എന്താണ്? നമ്മുടെ അസംഷൻ തെറ്റായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ അസംഷൻ തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരി? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അഥവാ ഒറിജിനൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ ആയിട്ട് വരിക എന്നുള്ളതാണ്. ദിസ് മെത്തേഡ് ഓഫ് പ്രൂഫ് ഈസ് നോൺ ആസ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ഓക്കെ, അപ്പോൾ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്തത് ബൈ യൂസിങ് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദർ ഇസ് നോ പോസിറ്റീവ് ഇൻറ്റിജർ ബിറ്റ്വീൻ 0 and 1. അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച പ്രൂഫ് ടെക്നിക്ക് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വഴി നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എന്താണോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ് നേരെ നേരെ കോൺട്രറി ആയിട്ടുള്ള നെഗേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അസ്യൂം ചെയ്യും. ആ അസംഷൻ നമ്മളൊരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിക്കും. ഇവിടെ ഏതാണ് നമുക്ക് കിട്ടിയ കോൺട്രഡിക്ഷൻ? എൽ സ്ക്വയർ ലെസ് ദാൻ എൽ എന്ന് കിട്ടി, അഥവാ എൽ സ്ക്വയർ ഈസ് എ സ്മോളസ്റ്റ് ദാൻ എൽ. സോ ദാറ്റ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് എൽ ഈസ് എ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ബിറ്റ്വീൻ 0 and 1. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയ ഈ കോൺട്രഡിക്ഷൻ നമുക്ക് കാണിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ നമ്മളുടെ അസംഷൻ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്, ഫാൾസ് ആണ്. അസംഷൻ നേരെ നമുക്ക് ആവശ്യമുള്ള യഥാർത്ഥ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ നേരെ കോൺട്രറി ആയിരുന്നു, നെഗേഷൻ ആയിരുന്നു. അപ്പോൾ അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓൾറെഡി ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ അത് നല്ലപോലെ ഇത് പ്രൂഫ് ടെക്നിക്ക് മനസ്സിലാക്കി വയ്ക്കാം. So we have shown that, we have proved that there is no positive integer between 0 and 1. Now next problem. അടുത്ത പ്രോബ്ലം നോക്കൂ. Let a belongs to z means a is an integer. Then prove that there are no integers between a and a plus 1. എയ്ക്കും എ പ്ലസ് വണ്ണിനും ഇടയ്ക്ക് ഇൻറ്റിജേഴ്സ് ഒന്നുമില്ല. എ ഇൻറ്റിജർ ആണെങ്കിൽ നമുക്കറിയാം, എ ഇൻറ്റിജർ ആണെങ്കിൽ തൊട്ടടുത്ത ഇൻറ്റിജർ ആരാണ്? എ പ്ലസ് വൺ ആണ് അല്ലേ? അപ്പോൾ എ ഇവിടെയാണ്. അപ്പോൾ എ ഇൻറ്റിജർ ആണെങ്കിൽ എ പ്ലസ് വൺ ആണ് തൊട്ടടുത്തുള്ള ഇൻറ്റിജർ. ഇതിന് തൊട്ട് പുറകിലും ഇൻറ്റിജർ ഉണ്ടാവും. എ മൈനസ് വണ്ണും ഇൻറ്റിജർ തന്നെയാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് എയ്ക്കും എ പ്ലസ് വണ്ണിനും ഇടയ്ക്കൊന്നും ഇൻറ്റിജേഴ്സ് ഉണ്ടാവില്ല. അത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്കത് പ്രൂവ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജറിൻ്റെ സക്സസീവ് ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം. എയോട് കൂടി, എ ഒരു ഇൻറ്റിജർ ആണെങ്കിൽ അതിനോട് കൂടി 1 ആഡ് ചെയ്യുമ്പോൾ മാത്രമേ തൊട്ടടുത്ത ഇൻറ്റിജർ വരുള്ളൂ.
ഓക്കെ, നെക്സ്റ്റ് ഇൻറ്റിജർ വരുള്ളൂ. എയോട് കൂടി ഹാഫോ അല്ലെങ്കിൽ വണ്ണിനേക്കാളും ചെറിയ ഒരു നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റിജേഴ്സിനെ കാണാൻ പറ്റില്ല. അപ്പോൾ എയിൽ നിന്ന് വൺ ഡിസ്റ്റൻസിനേക്കാളും താഴെയുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ഇൻറ്റിജേഴ്സിനെ ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു 0ക്കും 1നും ഇടയ്ക്ക് ഇൻറ്റിജേഴ്സ് ഒന്നുമില്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്കിവിടെ കാണിക്കേണ്ടത് എക്കും a+1നും ഇടയ്ക്ക് ഇൻറ്റിജേഴ്സ് ഇല്ല, വേർ എ ഇസ് എ ഗിവൺ ഇൻറ്റിജർ. ഇവിടെ നമുക്ക് നേരത്തെ അസ്യൂം ചെയ്ത പോലെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. അസ്യൂം ദാറ്റ് there is an integer. ഓക്കെ, there is an integer. ആ ഇൻറ്റിജറിനെ നമുക്കൊരു പേരിട്ട് വിളിക്കാം. there is an integer, say b എന്ന് പേരിട്ട് വിളിക്കാം. ഓക്കെ, say b, such that ആ ബി ഏതിനിടയ്ക്കാണ്? എക്കും a+1നും ഇടയ്ക്ക് ഒരു ഇൻറ്റിജർ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇല്ലെന്നാണ്. നമ്മൾ നേരെ കോൺട്രറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അസ്യൂം ചെയ്തു. ദർ ഈസ് ആൻ ഇൻറ്റിജർ ബിറ്റ്വീൻ എ ആൻഡ് a+1 ആൻഡ് വി കോൾ ദാറ്റ് ഇൻറ്റിജർ ആസ് ബി. അങ്ങനെയാണെങ്കിൽ എക്കും a+1നും ഇടയ്ക്കാണ് ബി എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യും. ഈ ഇനീക്വാളിറ്റിയിൽ എ ത്രൂ ആയിട്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? സോ ഫ്രം ദിസ് ഇനീക്വാളിറ്റി വി ക്യാൻ ഹാവ് 0 ലെസ് ദാൻ b മൈനസ് എ ലെസ് ദാൻ 1, റൈറ്റ്? അതായത് ബൈ സബ്ട്രാക്ടിങ് എ ത്രൂ ഔട്ട്, ഈ ഇനീക്വാളിറ്റിയിൽ നിന്ന് എ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് എ മൈനസ് എ 0 ആകും, ബി മൈനസ് എ ആകും, a+1 മൈനസ് എ എന്ന് പറയുന്നത് 1 ആണ്. സോ ബൈ സബ്ട്രാക്ടിങ് or by adding negative a or by subtracting a. ഓക്കെ, ഇനിയിപ്പോൾ നോക്കൂ, ഇതെന്താണ്? വാട്ട് അബൌട്ട് ബി മൈനസ് എ എന്നുള്ള എയും ബിയും ഇൻറ്റിജർ ആണെങ്കിൽ ബി മൈനസ് എയും ഇൻറ്റിജർ തന്നെയാണ് അല്ലേ? ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ബി മൈനസ് എ ഈസ് ആൻ ഇൻറ്റിജർ ബിറ്റ്വീൻ 0 ആൻഡ് 1. പക്ഷേ അങ്ങനെ ഒരു ഇൻറ്റിജർ ഇല്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് ബി മൈനസ് എ ഈസ് ആൻ ഇൻറ്റിജർ. കാരണം എയും ബിയും ഇൻറ്റിജർ ആണെങ്കിൽ ഡിഫറൻസും ഇൻറ്റിജർ തന്നെയാണ്. രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ ഡിഫറൻസ് മറ്റൊരു ഇൻറ്റിജറാണ്. സോ ബി മൈനസ് എ ഈസ് ആൻ ഇൻറ്റിജർ between 0 and 1. പക്ഷേ ഇത് സാധ്യമല്ല. ബട്ട് which is not possible. But this is not possible. Or this is a contradiction. അതായത് 0ക്കും 1നും ഇടയ്ക്ക് ഇൻറ്റിജർ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമുക്ക് കിട്ടിയത് അങ്ങനെ എക്കും a+1നും ഇടയ്ക്ക് ഒരു ഇൻറ്റിജർ ഉണ്ടെങ്കിൽ എന്ത് നമ്മൾ സമ്മതിക്കേണ്ടി വരും? 0ക്കും 1നും ഇടയ്ക്കും ഇൻറ്റിജർ ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. പക്ഷേ 0ക്കും 1നും ഇടയ്ക്ക് ഇൻറ്റിജർ ഇല്ല എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്ത സ്റ്റേറ്റ്മെൻറ്റാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കില്ല? എക്കും a+1നും ഇടയ്ക്ക് ബി എന്ന് പറയുന്നത് മറ്റൊരു ഇൻറ്റിജർ ഉണ്ടാവില്ല. സോ this implies that there is no integer between a and a+1. ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? where a is a given integer, where a belongs to z. Okay, see next problem. Let a and b be any positive integers. എയും ബിയും രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. ദെൻ ദർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ n such that na greater than or equal to b. Prove this statement. Okay, then prove that. Okay, then there is a positive integer n such that na greater than or equal to b. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനാണ് ചോദ്യം കേട്ടോ. Prove the following statement. Let a and b any positive integers, then there is a positive integer small n such that n times a greater than or equal to b. ഈ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദിസ് ഇസ് നോൺ ആസ് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി ഫോർ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, സോ ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി. ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിന് മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എല്ലാ റിയൽ നമ്പേഴ്സിനും ബാധകമാണ് കേട്ടോ. ഏത് രണ്ട് റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഈ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്ന രീതിയിലൊരു നാച്ചുറൽ നമ്പർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്? രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്തു. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. സി ഫോർ എക്സാമ്പിൾ ഞാൻ a ഈക്വൽ ടു 2 ആൻഡ് b ഈക്വൽ ടു സം ലാർജർ നമ്പർ ഐ ഹാവ് ടേക്കൺ, സി സം 100. ഓക്കെ, ഏത് രണ്ട് നാച്ചുറൽ നമ്പറും എടുക്കാം നിങ്ങൾക്ക്. ഇവിടെ പറയുന്നത് എന്താണ്? I can find a natural number, a positive integer, for which this inequality is true. അതായത് a എന്ന് പറയുന്ന നമ്പറിന്
ഒരു വേറൊരു നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബിയേക്കാളും വലുതാക്കുന്ന രീതിയിൽ ഒരു നാച്ചുറൽ നമ്പറാണ്. ഓഫ് കോഴ്സ് ഇഫ് ഐ ടേക്ക് എൻ ഈക്വൽ ടു സേ 51 എടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻ സീ ദാറ്റ് എൻ എ ഈസ് ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, എൻ ഈക്വൽ ടു 50 ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഐ ക്യാൻ സീ ദാറ്റ് എൻ ഈക്വൽ ടു ബി. ഓക്കെ, ഇനി 50യേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും ഇത് ട്രൂ ആണ്. ഓക്കെ, അപ്പോൾ ദർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ എന്നുള്ളത് ട്രൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ചുരുങ്ങിയത് ഒരു നാച്ചുറൽ നമ്പറെങ്കിലും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഗിവൺ എനി പെയർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഐ ക്യാൻ ഓൾവേസ് ഫൈൻഡ് എ പോസിറ്റീവ് ഇൻറ്റിജർ ഓർ നാച്ചുറൽ നമ്പർ സാറ്റിസ്ഫൈങ് ദിസ് ഇനീക്വാളിറ്റി. ദാറ്റ് ഈസ് n fold of a, n times of a will be exceeding or will be greater than or equal to the second natural number. Okay, ഇത് നമുക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാം? സോ ഫോർ ദ പ്രൂഫ്, ഈ പ്രൂഫും നമ്മൾ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വഴി നമുക്ക് ചെയ്യാം. അസ്യൂം ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്. ഓക്കെ, assume that the statement is false. The statement is false. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? രണ്ട് നാച്ചുറൽ നമ്പേഴ്സ്, രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഞാൻ എടുക്കുമ്പോൾ ഈ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഒരു നാച്ചുറൽ നമ്പറും കാണാൻ പറ്റില്ല എന്നുള്ളതല്ലേ. ഓക്കെ, ദാറ്റ് മീൻസ് ഫോർ എ given pair of positive integers, okay, for a given pair of positive integers a and b, we must have na less than b for every n belongs to n. അല്ലേ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n times a greater than or equal to b ട്രൂ ആണെന്നാണ് കിട്ടേണ്ടത്. ഇത് ട്രൂ ആവുന്ന രീതിയിൽ ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മളത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെന്ന് അസ്യൂം ചെയ്തു. മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വഴിയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നേരെ കോൺട്രറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ശരി, അഥവാ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ആവുന്ന രീതിയിൽ ഒരു നാച്ചുറൽ നമ്പറും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നാച്ചുറൽ നമ്പർ കൊണ്ട് എയെ മൾട്ടിപ്ലൈ ചെയ്താലും അത് ബിയേക്കാളും ചെറുതാണ് എന്ന് പറയേണ്ടി വരും അല്ലേ. Now consider the set. ഏത് സെറ്റ് എടുക്കാം നമുക്ക്? സെറ്റ് എസ് ഈക്വൽ ടു, ഒരു കാര്യം ചെയ്യും, എൻ എ ലെസ് ദാൻ ബി ആണെങ്കിൽ ബി മൈനസ് എൻ എ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജർ ആണല്ലോ. സോ ഐ കൺസിഡർ ഓൾ ദി ഇൻറ്റിജേഴ്സ് ഓഫ് ദിസ് ഫോം ബി മൈനസ് എൻ എ, വെർ വാട്ട് ഈസ് എൻ? എൻ ഈസ് എ നാച്ചുറൽ നമ്പർ. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ രൂപത്തിലുള്ള എല്ലാ നാച്ചുറൽ നമ്പറുകളും അതിൻ്റെ കളക്ഷൻ ഞാൻ എടുത്തു. ഈ എയും ബിയും നമുക്ക് തന്നിട്ടുണ്ട്, അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള നമ്പറാണ്. ഞാൻ എന്ത് ചെയ്തു? ബി മൈനസ് എൻ എ എന്ന് പറയുന്ന ഈ രൂപത്തിലുള്ള, അതായത് ബി എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് എൻ ടൈംസ് എ, അപ്പോൾ ഇതിലാരൊക്കെ വരും? ഈ കളക്ഷനിൽ ബി മൈനസ് എ ഉണ്ട്, ബി മൈനസ് 2a ഉണ്ട്, ബി മൈനസ് 3a ഉണ്ട്, എറ്റ്സെട്ര. ഈ നമ്പറുകളിലൊക്കെ അടങ്ങുന്ന ഒരു കളക്ഷനാണ് ഇത്. ഓക്കെ, ഈ കളക്ഷൻ്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ ബി മൈനസ് എൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും, കാരണം എൻ എ ലെസ് ദാൻ ബി ആണ് ഫോർ എവറി എൻ. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഈസ് എ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സോ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, since na less than b for every n, we have b minus na greater than 0 for every n. Therefore s എന്ന് പറയുന്ന ഈ സെറ്റ് എന്താണ്? ഇറ്റ് ഈസ് എ collection of positive integers. It is a subset of, s is a non-empty subset. Okay, s is a non-empty subset of natural numbers, right? മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് സബ്സെറ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞത്? കാരണം ബി മൈനസ് എൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജേഴ്സ് ആയതുകൊണ്ട് എന്തുകൊണ്ടാണ്? എ ഇൻറ്റിജറാണ്, എൻ ഇൻറ്റിജറാണ്, ബി ഇൻറ്റിജറാണ്. അതുകൊണ്ട് ബി മൈനസ് എൻ എ ഇൻറ്റിജറാണ്. എങ്ങനെയുള്ള ഇൻറ്റിജറാണ്? പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്, അഥവാ നാച്ചുറൽ നമ്പേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇത് നോൺ എം ടി ആണെന്ന് പറയാൻ കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദിസ് എൻ എ ലെസ് ദാൻ ബി ആണ്. ഏത് നാച്ചുറൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും ഇതാണ് ഹോൾഡ് ചെയ്യുന്നത് നമ്മുടെ അസംഷൻ പ്രകാരം. അതുകൊണ്ട് ഇത് എം ടി അല്ല, നമ്മുടെ അസംഷൻ പ്രകാരം ഇത് എം ടി അല്ല. സോ ഇറ്റ് ഈസ് എ നോൺ എം ടി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നോക്കൂ, ഒരു നോൺ എം ടി സബ്സെറ്റ്, നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു നോൺ എം ടി സബ്സെറ്റ് ഉണ്ടെങ്കിൽ അതിനൊരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ട് അക്കോർഡിംഗ് ടു വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ.
Okay, so this implies that S has a least element. ആ ലീസ്റ്റ് എലമെൻറ്റിനെ എൽ എന്ന് വിളിച്ചു. ദിസ് ഇസ് ബൈ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. കാരണം നമുക്ക് നമ്മുടെ കയ്യിലുള്ള എസ് നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് അതിനൊരു ലീസ്റ്റ് എലമെൻ്റ് ഉണ്ടാകും. ആ ലീസ്റ്റ് എലമെൻറ്റിനെ എൽ എന്ന് വിളിച്ചു. പക്ഷേ എസ്സിലുള്ള എലമെൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇതാണല്ലോ, ബി മൈനസ് എ, ബി മൈനസ് 2a, ബി മൈനസ് 3a, ഈ രൂപത്തിലാണല്ലോ. അപ്പോൾ ഈ എൽ എന്ന് പറയുന്ന നമ്പറും ഈ രൂപത്തിലുള്ള ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, since L is an element in S, it is of the form അതിൻ്റെ ഫോം എന്തായിരിക്കും? L ഈക്വൽ ടു ബി മൈനസ് സം കെ എ, ഈ രൂപത്തിലായിരിക്കും. വേർ വാട്ട് ഈസ് കെ? വേർ കെ ഈസ് എ നാച്ചുറൽ നമ്പർ, വേർ കെ ബിലോങ്സ് ടു എൻ, വേർ കെ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, ശരിയല്ലേ? കാരണം എസ്സിലുള്ള എലമെൻ്റാണ് എൽ എന്ന് പറയുന്നത്. ആ എസ്സിലുള്ള ഏറ്റവും ചെറിയ എലമെൻ്റാണ് എൽ എന്ന് പറയുന്നത്. എസ്സിലുള്ള എല്ലാവരും ഈ രൂപത്തിലാണ്, ബി മൈനസ് എ നാച്ചുറൽ നമ്പർ ടൈംസ് എ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ എല്ലിൻ്റെ രൂപം ബി മൈനസ് കെ എ എന്നായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കോൺട്രഡിക്ഷൻ കാണിക്കുകയാണ്. അതായത് എല്ല് ഇപ്പോൾ ആരാണ്? എസ്സിലുള്ള ഏറ്റവും സ്മോളസ്റ്റ് എലമെൻ്റാണ്. എല്ലിനേക്കാളും ചെറിയൊരു എലമെൻറ്റ് എസ്സിലുണ്ടെന്ന് നമ്മൾ കാണിക്കാൻ പോവുകയാണ്. നോ കൺസിഡർ ബി മൈനസ് കെ എ ആണല്ലോ എൽ. ഇപ്പോൾ ബി മൈനസ് കെ പ്ലസ് 1 ടൈംസ് എ. വാട്ട് അബൌട്ട് ദിസ് നമ്പർ? ബി മൈനസ് കെ പ്ലസ് 1 ടൈംസ് എ. It is an element in S. Okay, consider this number. This is an element. This is an element in S. എസ്സിലുള്ള ആൾ തന്നെയാണ്. കാരണം ഈ രൂപത്തിലുള്ള എല്ലാവരും എസ്സിലുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നോക്കൂ, എസ്സിൻ്റെ രൂപം നോക്കൂ. ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ നമ്പേഴ്സ് ഓഫ് ദ ഫോം ബി മൈനസ് എൻ എ, വേർ എൻ ഈസ് എ നാച്ചുറൽ നമ്പർ. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന കെ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. അതുകൊണ്ട് കെ പ്ലസ് 1 നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ ബി മൈനസ് കെ പ്ലസ് 1 ടൈംസ് എ എന്ന് പറയുന്നത് എസ്സിലുള്ള ഒരു എലമെൻ്റ് തന്നെയാണ്. എസ്സിലുള്ള എലമെൻറ്റിൻ്റെ ഫോമാണിത്. ഓക്കെ, ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോവാണ്. ബി മൈനസ് കെ പ്ലസ് 1 ബി മൈനസ് കെ പ്ലസ് 1 ടൈംസ് എയും ഈ ബി മൈനസ് കെ എയും അഥവാ എല്ലുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് നോക്കാം. നൗ we see that b minus k plus 1 times a എന്ന് പറയുന്നത്, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യൂ. അപ്പോൾ നമുക്കത് കിട്ടും ബി മൈനസ് കെ എ മൈനസ് എ, അല്ലേ? മൈനസ് എ. അപ്പോൾ ബി മൈനസ് കെ എ മൈനസ് എ എന്ന് എഴുതാം. ഇതിൽ ബി മൈനസ് കെ എന്ന് പറയുന്നത് നമ്മുടെ എൽ ആണ്. സോ ദാറ്റ് ഈസ് എൽ മൈനസ് എ. ഓക്കെ, അപ്പോൾ ബി മൈനസ് കെ പ്ലസ് 1 ടൈംസ് എ എന്ന് പറയുന്ന നമ്പർ, it is now L minus A. Why? Because L equal to B minus K. ഓക്കെ, ഇതിന് L എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. L മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് എന്താണ്? എ ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. നമുക്ക് തുടക്കത്തിൽ തന്നിട്ടുണ്ട്. എയും ബിയും പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. എൽ എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണ്. അപ്പോൾ എല്ലിൽ നിന്ന് എ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എല്ലിനേക്കാളും ചെറുതാവുകയാണ് ചെയ്യുക. സോ ദിസ് ഇസ് ലെസ് ദാൻ എൽ. ഓക്കെ, എൽ മൈനസ് എ എന്ന് പറയുന്നത് എല്ലിനേക്കാളും ചെറുതാണ്, ബിക്കോസ് എ ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ദാറ്റ് മീൻസ് നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? ബി മൈനസ് കെ പ്ലസ് 1 ടൈംസ് എ ഈസ് ആൻ എലമെൻറ്റ് ഇൻ എസ്. ഓക്കെ, ഈസ് ആൻ എലമെൻറ്റ് ഇൻ എസ് ആൻഡ് ഈസ് സ്മോളർ ദാൻ എൽ. പക്ഷേ ഇത് ശരിയാവുമോ? ഇല്ല. കാരണം ഈ സ്മോൾ എൽ എന്ന് പറയുന്നത് എസ്സിലെ സ്മോളസ്റ്റ് എലമെൻ്റ് ആണ്. അപ്പോൾ ആ സ്മോളസ്റ്റ് എലമെൻറ്റിനേക്കാളും ചെറിയ എലമെൻ്റ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഉണ്ടായി. അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? നമ്മുടെ അസംഷൻ പ്രകാരമാണ് അതുണ്ടായത്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ നമ്മുടെ അസംഷൻ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. സോ ദ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി ഈസ് പ്രൂവ്ഡ്. Okay, so we can conclude that b minus k plus 1 times a is an element in S and is smaller than L, but which is impossible because L is the least element in S. Therefore, our assumption is wrong and hence this statement is proved. എന്തായിരുന്നു നമ്മുടെ അസംഷൻ? നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെന്നുള്ളതായിരുന്നു നമ്മുടെ അസംഷൻ. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ് എന്നുള്ളത് റോങ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. So we have proved the Archimedean property for natural numbers using well ordering principle, and the technique of proof is again method of contradiction. Okay, see one theorem.
ഈ തിയറും വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. നമുക്ക് നോക്കാം. എന്താണ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്? ലെറ്റ് എസ് ബി എ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് സാറ്റിസ്ഫൈങ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. രണ്ട് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. ആദ്യത്തെ പ്രോപ്പർട്ടി 1 ബിലോങ്സ് ടു എസ്. ആ എസ്സിനകത്ത് 1 എന്ന് പറയുന്ന പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ, ഇഫ് കെ ഈസ് ആൻ ആർബിട്രറി പോസിറ്റീവ് ഇൻറ്റിജർ ഇൻ എസ് ദെൻ കെ പ്ലസ് 1 ബിലോങ്സ് ടു എസ്. എന്താ പറയുന്നത് രണ്ടാമത്തെ കണ്ടീഷൻ? എസ്സിനകത്ത് ഉള്ള ഒരു ഇൻറ്റിജറാണ് കെ എന്ന് പറയുന്നത് എങ്കിൽ കെ പ്ലസ് 1ഉം എസ്സിനകത്തുണ്ടാകും. കെ എസ്സിനകത്ത് ഒരു ഇൻറ്റിജർ എടുത്തു കഴിഞ്ഞാൽ ആ ഇൻറ്റിജറിന് തൊട്ടടുത്തുള്ള പോസിറ്റീവ് ഇൻറ്റിജർ അതേതാ? കെ പ്ലസ് 1 ആണ്. കെ പ്ലസ് 1ഉം എസ്സിനകത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ എസ്സിനകത്ത് കെ ഉണ്ടെങ്കിൽ കെ പ്ലസ് 1ഉം എസ്സിനകത്തുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കൂ, എസ്സിനകത്ത് ആരുണ്ട്? 1 ഉണ്ട്. 1 ഉണ്ടെങ്കിൽ പിന്നെ ഈ രണ്ടാമത്തെ കണ്ടീഷൻ അനുസരിച്ച് ആരുണ്ടാവണം? 2 ഉണ്ടാവണം. ഓക്കെ, 2 ഉണ്ടെങ്കിൽ വീണ്ടും രണ്ടാമത്തെ കണ്ടീഷൻ അനുസരിച്ച് ആരുണ്ടാകണം? 3 ഉണ്ടാകണം. ഓക്കെ, 3 ഉണ്ടെങ്കിൽ 4 ഉണ്ടാവണം, എക്സെട്ര എക്സെട്ര. ഇങ്ങനെ അപ്പോൾ ഈ 1 2 3 4 ഈ ഇൻറ്റിജേഴ്സ് എല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ കൺക്ലൂഷൻ എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ എസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെ ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് നല്ലപോലെ മനസ്സിലാക്കണം. ഇവിടെ എസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന് ഈ രണ്ട് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ സെറ്റ് നാച്ചുറൽ നമ്പേഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, എനി സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് സാറ്റിസ്ഫൈങ് ദീസ് ടു കണ്ടീഷൻസ് then that set must be the set of natural numbers. ഓക്കെ, ഇത് നമുക്ക് വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി അനുസരിച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ ആദ്യത്തെ കണ്ടീഷൻ 1 ഉണ്ട്. 1 ഉണ്ടെങ്കിൽ 2 ഉണ്ടാവും എന്നുള്ളതാണ് രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത്. 2 ഉണ്ടെങ്കിൽ 3 ഉണ്ടാകും. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. കെ ഉണ്ടെങ്കിൽ കെ പ്ലസ് 1 ഉണ്ട്. ഓക്കെ, ആ കണ്ടീഷൻ നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. കെ ബിലോങ്സ് ടു എസ് ആണെങ്കിൽ അത് ട്രൂ ആണെങ്കിൽ ഇതും ട്രൂ ആണെന്നാണ് പറയുന്നത്. അതാണ് അസംഷൻ കണ്ടീഷൻ. ഓക്കെ, കെ എസ്സിനകത്തുണ്ടെങ്കിൽ കെ പ്ലസ് 1ഉം ഉണ്ട്. ഓക്കെ, റൈറ്റ്. ഹൗ ഡു വി പ്രൂവ് ദിസ്? പ്രൂഫ് ഈസ് അഗെയിൻ ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. അപ്പോൾ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ വെച്ചാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. എന്താണ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ്റെ മെത്തേഡ്? എന്താണ് അതിൻ്റെ, എങ്ങനെയാണ് പ്രൂഫ് ടെക്നിക്ക് എങ്ങനെയാണ്? അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെന്ന് കരുതുക. ഓക്കെ, നേരെ കോൺട്രറി ആയിട്ടുള്ളത് അസ്യൂം ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എസ് ഈക്വൽ ടു എൻ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? സോ വി ആർ ഗിവൺ ദാറ്റ് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, തന്നിട്ടുണ്ട് എസ് ബി എ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് സാറ്റിസ്ഫൈങ് സച്ച് ദാറ്റ് കണ്ടീഷൻ ടു കണ്ടീഷൻസ്. കണ്ടീഷൻ 1 എസ്സിനകത്തുണ്ട്. കണ്ടീഷൻ 2 കെ ബിലോങ്സ് ടു എസ് ആണെങ്കിൽ, ഓക്കെ, കെ ബിലോങ്സ് ടു എസ് ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് കെ പ്ലസ് 1ഉം എസ്സിനകത്തുണ്ട്. ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് എസ് ഈക്വൽ ടു ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് അനുസരിച്ച് വി മേ അസ്യൂം ദാറ്റ് എസ് നോട്ട് ഈക്വൽ ടു എൻ. assume that s not equal to n. s n അല്ല എന്ന് അസ്യൂം ചെയ്യൂ. എസ് എൻ അല്ല, രണ്ട് സെറ്റുകൾ ഈക്വൽ ആകുന്നത് എപ്പോഴാണ് നമുക്കറിയാം? രണ്ടിലെ എലമെൻറ്റ്സ് സെയിം ആവണം അല്ലേ? സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സും അതുപോലെ ഓരോ എലമെൻറ്റും എസ്സിലുള്ള എല്ലാ എലമെൻറ്റും എന്നിനുണ്ടാവണം, എന്നിലുള്ള എല്ലാ എലമെൻറ്റും എസ്സിനകത്തും ഉണ്ടാവണം. അപ്പോൾ എസ്സും എന്നും ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സെറ്റിലുള്ള ഒരു എലമെൻ്റെങ്കിലും അടുത്ത സെറ്റിലുണ്ടാവരുത്. ഓക്കെ, ഇതിലെ ലാർജർ സെറ്റ് ഏതാണ്? എൻ ആണ്. കാരണം തുടക്കത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ എസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, സോ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എൻ. അപ്പോൾ ഇതിലെ ലാർജർ സെറ്റ് എന്ന് പറയുന്നത് എൻ തന്നെയാണ്. അപ്പോൾ എസ്സും എന്നും ഈക്വൽ അല്ലെങ്കിൽ എസ്സിൻ്റെ കോംപ്ലിമെൻറ്റിൽ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. സോ അസ്യൂം ദാറ്റ് എസ് നോട്ട് ഈക്വൽ ടു എൻ. ദിസ് ഇംപ്ലൈസ് ദാറ്റ് എസ് കോംപ്ലിമെൻറ്റ്, ഓക്കെ, എസ് കോംപ്ലിമെൻറ്റിനെ എസ് ഡാഷ് എന്ന് എഴുതാം. എസ് ഡാഷ് അല്ലെങ്കിൽ എസ് ബാർ സി, നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ എസ് ഡാഷ് ആണ്. ഓർ എസ് ഡാഷ് ഈക്വൽ ടു ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ഓഫ് എസ്. കോംപ്ലിമെൻറ്റ് ഓഫ് എസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ഓക്കെ, സച്ച് ദാറ്റ് എൻ എവിടെ ഉണ്ടാവില്ല? എസ്സിലുണ്ടാവില്ല. എസ്സിലില്ലാത്ത നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ, ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ് ഓഫ് എസ്. ആ കോംപ്ലിമെൻറ്റ് ഓഫ് എസ് എന്താണ്? ഇറ്റ് ഈസ് നോൺ എംപ്റ്റി. സോ എസ് ഡാഷ് ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ്, ഓഫ് എൻ. അതാണല്ലോ ഈ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം. എസ്സും എന്നും ഈക്വൽ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എസിൻ്റെ കോംപ്ലിമെൻറ്റിൽ എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. എസിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് ഇത്. സോ എസിൻ്റെ കോംപ്ലിമെൻറ്റ് ഈസ് എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്.
അപ്പോൾ വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഈ എസ് ഡാഷിന് എന്തുണ്ടാവണം? സോ ദിസ് സിംപ്ലൈസ് ദാറ്റ് എസ് ഡാഷ് ഹാസ് എ ലീസ്റ്റ് എലമെൻറ്റ്. ഓക്കെ, ഹാസ് എ ലീസ്റ്റ് എലമെൻറ്റ്. ആ ലീസ്റ്റ് എലമെൻറ്റ് നമുക്ക് പേര് കൊടുക്കാം. സേ എൽ ഡാഷ് എന്ന് പേര് കൊടുക്കാം. എൽ ഡാഷ് ഈസ് ദ ലീസ്റ്റ് എലമെൻറ്റ്. ദിസ് ഇസ് ബൈ വെൽ ഓർഡറിംഗ് പ്രോപ്പർട്ടി. ഓക്കെ, വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഈ എൽ ഡാഷ് എന്ന് പറയുന്നത് എവിടെയുള്ളത്? എസിൻ്റെ കോംപ്ലിമെൻറ്റിലാണുള്ളത്. അപ്പോൾ എസിൻ്റെ കോംപ്ലിമെൻറ്റിലായതുകൊണ്ട് തന്നെ ഈ എൽ ഡാഷ് വണ്ണിനേക്കാളും ബിഗ്ഗർ ആയിരിക്കണം. കാരണം എന്താ? വൺ എന്ന് പറയുന്നത് എസിനകത്തുണ്ട്. ഓക്കെ, വണ്ണ് എസിനകത്തുണ്ട്. അതുകൊണ്ട് വൺ എവിടെ ഉണ്ടാവില്ല? എസിൻ്റെ കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവില്ല. അപ്പോൾ എസിൻ്റെ കോംപ്ലിമെൻറ്റിൽ ഉള്ള ആളുകളെല്ലാം വണ്ണിനേക്കാളും ബിഗ്ഗർ ആയിരിക്കണം. അപ്പോൾ എൽ ഡാഷ് എസിൻ്റെ കോംപ്ലിമെൻറ്റ് എസ് ഡാഷിലാണ് ഉള്ളത്. അതുകൊണ്ട് ഈ എൽ ഡാഷ് എന്ന് പറയുന്നത് വണ്ണിനേക്കാളും ബിഗ്ഗർ ആയിരിക്കണം. കാരണം വണ്ണാണ് ഏറ്റവും ചെറിയ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പർ. അപ്പോൾ എൽ ഡാഷ് ഒരു നാച്ചുറൽ നമ്പറാണ്, പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അത് വൺ അല്ലെങ്കിൽ പിന്നെ അത് വണ്ണിനേക്കാളും ബിഗ്ഗർ ആയേ പറ്റും. അപ്പോൾ എൽ ഡാഷ് വണ്ണിനേക്കാളും ബിഗ്ഗർ ആണല്ലോ. നൗ യു കൺസിഡർ എൽ ഡാഷ് മൈനസ് വൺ. നൗ കൺസിഡർ എൽ ഡാഷ് മൈനസ് വൺ. ഈ എൽ ഡാഷ് മൈനസ് വൺ എന്താണ്? എൽ ഡാഷ് മൈനസ് വൺ വിൽ ബി എ പോസിറ്റീവ് ഇൻറ്റിജർ അഗെയിൻ, ബിക്കോസ് എൽ ഡാഷ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ബിഗ്ഗർ ദാൻ വൺ. അതുകൊണ്ട് എൽ ഡാഷ് മൈനസ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. നൗ കൺസിഡർ എൽ ഡാഷ് മൈനസ് വൺ വിച്ച് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഓക്കെ, വിച്ച് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഓഫ് കോഴ്സ് അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. വിച്ച് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. മാത്രമല്ല ഈ എൽ ഡാഷ് മൈനസ് വൺ എവിടെ ഉണ്ടാവില്ല? എസ് ഡാഷിൽ ഉണ്ടാവില്ല. കാരണം എസ് ഡാഷിലെ ഏറ്റവും ചെറിയ ആൾ എൽ ഡാഷ് ആണ്. അപ്പോൾ എൽ ഡാഷിനേക്കാളും ചെറിയ ആൾ ഉറപ്പായിട്ടും എസ് ഡാഷിൽ ഉണ്ടാവില്ല. വിച്ച് ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ആൻഡ് ദിസ് എൽ ഡാഷ് മൈനസ് വൺ നോട്ട് ഇൻ എസ് കോംപ്ലിമെൻറ്റ്. എസ് കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവില്ല. ബിക്കോസ് എൽ ഡാഷ് ഈസ് ദി ലീസ്റ്റ്, എൽ ഡാഷ് ഈസ് ദി സ്മോളസ്റ്റ് ഇൻ എസ് ഡാഷ്. എസ് ഡാഷിലുള്ളവരിലെ ഏറ്റവും സ്മോളസ്റ്റ് എൽ ഡാഷ് ആണ്. അപ്പോൾ എൽ ഡാഷിനേക്കാളും ചെറിയ ആൾ എവിടെ ഉണ്ടാവില്ല? എസ് ഡാഷിൽ ഉണ്ടാവില്ല. ആൻഡ് എൽ ഡാഷ് മൈനസ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്മോളർ ദാൻ എൽ ഡാഷ്. അപ്പോൾ എൽ ഡാഷ് മൈനസ് വൺ എസിൻ്റെ കോംപ്ലിമെൻറ്റിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എവിടെ ഉണ്ടാവുക? എൽ ഡാഷ് മൈനസ് വൺ എവിടെ ഉണ്ടാവും? എസിനകത്തുണ്ടാവും. ഓക്കെ, കോംപ്ലിമെൻറ്റിലില്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റിൽ ഉണ്ടാവണം. എസിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആരാണ്? എസ് ആണ്. ഓക്കെ, പക്ഷേ എൽ ഡാഷ് മൈനസ് വൺ എസ്സിലുണ്ടെങ്കിൽ വാട്ട് അബൌട്ട് എൽ ഡാഷ് മൈനസ് വൺ പ്ലസ് വൺ? നമ്മുടെ കണ്ടീഷൻ 2 പറയുന്നത് എന്താ? എസ് എന്ന് പറയുന്ന സെറ്റിന് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ കണ്ടീഷൻ 1 ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? എസ്സിനകത്ത് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ, എസ്സിനകത്ത് ഒരു ഇൻറ്റിജർ ഉണ്ടെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള ഇൻറ്റിജർ ആയിട്ടുള്ള കെ പ്ലസ് വണ്ണും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എസ്സിനുള്ള ഒരു ഇൻറ്റിജറാണ് ഇപ്പോൾ എൽ ഡാഷ് മൈനസ് വൺ എന്ന് പറയുന്നത്. അപ്പോൾ എൽ ഡാഷ് മൈനസ് വണ്ണിനോട് കൂടി 1 ആഡ് ചെയ്താൽ കിട്ടുന്ന ഇൻറ്റിജറും എവിടെ തന്നെ ഉണ്ടാകും? എസ്സിൽ തന്നെ ഉണ്ടാകണം. ദിസ് ഇസ് ബൈ യൂസിങ് കണ്ടീഷൻ 2. ഓക്കെ, പക്ഷേ എൽ ഡാഷ് മൈനസ് വൺ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താണ്? എൽ ഡാഷ് ആണ്. എൽ ഡാഷ് ബിലോങ്സ് ടു എസ്. ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എൽ ഡാഷ് എസ്സിലുണ്ടെന്നാണ്. പക്ഷേ എൽ ഡാഷിന് എസ്സിലുണ്ടാകാൻ പറ്റുമോ? ഇല്ല. കാരണം എൽ ഡാഷ് എവിടെയുള്ള? എസ്സിൻ്റെ കോംപ്ലിമെൻറ്റിലാണുള്ളത്. നൗ എൽ ഡാഷ് ബിലോങ്സ് ടു എസ് ഡാഷ് as well as L dash belongs to S, which is impossible. Okay, which is impossible. കാരണം കോംപ്ലിമെൻറ്റിലും ഉണ്ടാവുന്നു, എസ്സിലുണ്ട്, എസ്സിൻ്റെ കോംപ്ലിമെൻറ്റിലുണ്ട്. അത് സാധ്യമല്ലല്ലോ. ഒരു എലമെൻറ്റിന് ഒന്നുകിൽ ആ സെറ്റിലുണ്ടാവണം, അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റിലാണ് ഉണ്ടാവേണ്ടത്. രണ്ടിലും കൂടി ഉണ്ടാവില്ല. എസ്സിനും എസ് കോംപ്ലിമെൻറ്റിനും ഇൻ്റർസെക്ഷൻ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ എൽ ഡാഷ് എസ് കോംപ്ലിമെൻറ്റിലുണ്ട്, എസ്സിലുണ്ടെന്ന് പറയുന്നത് ശരിയല്ല. അതൊരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. സോ ദിസ് കോൺട്രഡിക്ഷൻ ഷോസ് ദാറ്റ് അവർ അസംഷൻ ഈസ് റോങ്. This contradiction shows that our assumption is wrong, and hence the theorem is proved by the method of contradiction. Okay, അപ്പോൾ ഈ തിയറം വളരെ പ്രധാനപ്പെട്ട ഒരു തിയറാണ്. നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ബേസാണ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഈ തിയറത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ നമ്മൾ പറയാൻ പോകുന്നത്. ഈ തിയറം പ്രൂവ് ചെയ്യുന്നത് വെൽ ഓർഡറിംഗ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ആൻഡ് ദ മെത്തേഡ് ഓഫ് പ്രൂഫ് ഈസ് ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ. ഓക്കെ, അപ്പോൾ പ്രൂഫ് നന്നായിട്ട് വായിച്ചു നോക്കുക. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളുടെ കമൻറ്റുകൾ പറയണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെല്ലാം പറയണം. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക്ക് നമുക്ക് അടുത്ത ഡിസ്കഷനിൽ ഉൾപ്പെടുത്താം. ഓക്കെ, താങ്ക് യു.